ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഫുഡ് പോയ്സൺ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഫുൾ AD ഫുൾ ടീമെല്ലാം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫാമിലി ഇങ്ങനെ ഒരു ഭയങ്കര എമർജൻസി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആളുടെ ഹസ്ബൻഡ് പെട്ടെന്ന് കണ്ടിട്ട് എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞ് തണ്ണീർ മൊത്തം നിന്നെ ഞാൻ കണ്ടിരുന്നിട്ടോ. അപ്പൊ ഞാൻ അപ്പൊ അത് കഴിഞ്ഞ അടുത്തൊരു വേറൊരാളുണ്ട് അത് പറഞ്ഞ് അല്ല അപ്പൊ സൂപ്പർ ശരിയാനെ കണ്ടില്ലേ ചോദിച്ചു. അതും നന്നായിരുന്നു, ഒരു ഫോട്ടോ എടുത്തോണ്ട് വിചാരിച്ചു. അപ്പൊ ഞാനതിങ്ങനെ ട്രിപ്പ് ഒക്കെ ഇട്ടിട്ടിരിക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് പുള്ളി വിചാരിച്ച് നെസ്ലനാണ്. അല്ല അങ്ങനല്ല, ഇങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. അല്ല പക്ഷെ മിക്കവാറും എനിക്ക് റെക്കഗ്നേഷൻ കിട്ടിയത് ഒട്ടും വേണ്ടാത്ത ദിവസമായിരിക്കും. നമുക്ക് ഇന്ന് വേണ്ട, ആരും റെക്കഗ്നൈസ് ചെയ്യണ്ട, ഒന്ന് സൈഡിൽ നിന്ന് പോയാൽ മതി. അപ്പോഴായിരിക്കും എല്ലാവരും സെൽഫി ചോദിക്കുന്നത്. ഒന്നുമില്ലാതെ ഇങ്ങനെ ചുമ്മാ പാലോ പഴമോ വായിക്കാൻ പോവുമായിരിക്കും. അപ്പോഴായിരിക്കും അവര് ചോദിക്കുന്നത് സെൽഫി. സന്ദർഭത്തിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ വേണ്ടാത്ത സമയത്തായിരിക്കും അത്. അതായിരിക്കും ടാഗും ചെയ്യുന്നത്. അതാണ് നന്നായിട്ടിരിക്കുമ്പോൾ ആരും ടാഗും ചെയ്യില്ല. അതായിരിക്കും ടാഗ് ചെയ്ത് ലൈക്ക് ഇടുന്നത്, നിങ്ങൾ ഷെയർ ചെയ്യും, ഒരു മെസ്സേജ് വരുന്നത്. എനിക്ക് ഈ രുദ്ര സിനിമ കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ ലുങ്കി കൊടുത്തിട്ട് ഒരു പായൊക്കെ ആയിട്ട് അങ്ങനെ പാലക്കാട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്റെ റൂമിന് ബെഡ് വേണം. ആ ബെഡൊക്കെ ഉണ്ട്. അപ്പൊ വേറെ ലുക്കാ. അന്ന് റിലീസ് ചെയ്ത ദിവസം തന്നെ അപ്പോഴത്തേന് ആരോ ആ റിലീസ് കഴിഞ്ഞ 2 ദിവസം ഉണ്ട്. അപ്പൊ വേറെ ആളെ എങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ചെറുപ്പക്കാരൻ. അപ്പൊ എന്നെ ആരും തിരിച്ചറിയത്തില്ല. അപ്പൊ എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പോയത്. പക്ഷെ പുള്ളി തിരിച്ചറിഞ്ഞ് പുള്ളി എന്നെ അങ്ങ് നോക്കി. അപ്പൊ ഞാൻ ചാർജറുമായിട്ട് നിൽക്കുക, ചാർജ് കുത്താൻ സ്ഥലമുണ്ടെന്ന് ബസ് സ്റ്റാൻഡിൽ. എന്നെയാ സിനിമ എവിടെ സിനിമ? ഞാൻ സിനിമ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓടിയ സിനിമ രുതിരം. അതെനിക്കൊരു ഭയങ്കര നോട്ടബിൾ. അന്ന് തന്നെ ഭയങ്കര ഞാൻ പെട്ടെന്ന് ഒരാൾ തിരിച്ചറിഞ്ഞ സംഭവമുണ്ടല്ലോ സിനിമ. എനിക്ക് ആദ്യത്തെ റിലീസ് സ്റ്റേഷൻ തന്നെ ഒത്തിരി കമന്റ്സ് അല്ലെങ്കിൽ മെസ്സേജസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫേസ്ബുക്കിൽ കമന്റ്സ് വരാറുണ്ട് ഇടുന്നിടത്തുനിന്ന്. അത് കൂടുതൽ ഇടിയുടെ കമന്റ്സ്. ആൾക്കൂട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ? ഏറ്റവും വലിയ രുദ്രത്തിൽ എന്റെ വേറെ ഗെറ്റപ്പ്, ഈ കംപ്ലീറ്റ്ലി ക്ലീൻ ഷേവ്, വേറെ 3 ഗെറ്റപ്പ് ഉണ്ട്. അപ്പൊ ഈ സിനിമ കഴിഞ്ഞിട്ട് ആൾക്കാട് മുന്നിൽ പോയി നിന്നിട്ട് ആൾക്കാരെ മനസ്സിലാക്കുന്നില്ല. പിന്നെ പറഞ്ഞത് കുമാരദാസാണ്, ഇന്ന ക്യാരക്ടർ ചെയ്ത ആളാണെന്ന്. അപ്പോഴാണ് റിലീസ് ചെയ്യുന്നത്. പിന്നെ ഈവൻ റോന്തിന്റെ തിയേറ്റർ വിസിറ്റ് സമയത്തും ഞാനൊരു നിൽപ്പുണ്ട്, ഈ റോഷന്റെയും ദിനേഷിന്റെ ഇടയ്ക്ക് നിൽപ്പുണ്ട്. ആർക്കെന്നെ അറിയത്തില്ല ലുക്ക്. അപ്പൊ പിന്നെ പറഞ്ഞത് ശരി ഇങ്ങനെ തന്നെ പോകുന്ന പോകട്ടെ, ഇതാണ് സേഫ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ആളുകൾ ഇപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കി തുടങ്ങും. അപ്പോഴാണ് ചെയ്ത വർക്കുകളും അല്ലെ. ഇപ്പൊ ഇത്രയധികം വർക്ക് ചെയ്ത ആളുകൾക്ക് എത്താത്തുമ്പോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല ഒരു വിഷമം ഉണ്ടാവോ? ഇല്ല, ഹാപ്പിയാണ്. ഇങ്ങനെ തന്നെ മനസ്സിലാക്കുന്നതാണ് രസം. അതിന്റെ ഒരു രസം കുറച്ച് ട്രിപ്പ് ഇതായിരിക്കും.